ക്രിയേറ്റേഴ്സ് തൊട്ടു മുമ്പെയുള്ള വീഡിയോയിൽ നമ്മൾ യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ബോണസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്നാൽ ആ ഒരു ബോണസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് സംശയം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേർക്ക് ഈ ഒരു ബോണസിന്റെ ഇമെയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിനോട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സംശയങ്ങൾ, വാലിഡ് ആയിട്ടുള്ള നല്ല നല്ല സംശയങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ. ഇനി യൂട്യൂബ് ബോണസുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ്. അതിൽ പ്രധാനമായിട്ട് ചോദിച്ചിട്ടുള്ളത് മോണിറ്റൈസേഷൻ ആകാത്തവർക്ക് ഇത് ലഭിക്കുമോ എന്നുള്ളത്. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം മോണിറ്റൈസേഷൻ ആകാത്ത ന്യൂ യൂട്യൂബേഴ്സ് ഒരുപാട് പേരുണ്ട്. അവരിത് പ്രതീക്ഷിക്കണോ എന്നുള്ളത്. രണ്ടാമത്, ഈ ഇമെയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് സൈനപ്പ് ചെയ്യേണ്ടത്, അതൊന്ന് കാണിക്കാമോ എന്നുള്ളത്. മൂന്നാമത്, ഷോർട്സ് വീഡിയോ ചെയ്യുന്നവർക്ക് അതുപോലെ ലോങ് വീഡിയോ ചെയ്യുന്നവർക്ക് ഇതിൽ ആർക്കാണ് ഇത് കിട്ടുക, ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്യണോ, എന്താണ് ഇതിന്റെ ക്രൈറ്റീരിയ, എത്ര വ്യൂസ് വേണം എന്നുള്ളതൊക്കെ. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എത്ര രൂപ വരെ ഇതിന് ലഭിക്കും. 50,000 എന്ന് പറയുന്നുണ്ട്, അത് 25,000 ആണോ, അതിൽ കുറയുമോ, അങ്ങനെ പല രീതിയിൽ കൂടുമോ, അങ്ങനെ ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ട്. അതുകൂടാതെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ മെയിൽ വന്നിട്ട് ഞങ്ങളൊന്ന് തൊടാതിരിക്കുകയാണ്, പക്ഷെ എത്ര സമയം വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം, അതായത് ലാസ്റ്റ് ഡേറ്റ്, ഡെഡ് ലൈൻ എന്നാണ് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ എത്ര ശതമാനം വ്യൂസ് കൂടണം, ഷോർട്സ് ആണെങ്കിൽ ലോങ് ആണെങ്കിൽ എത്ര ശതമാനം വ്യൂസ് കൂടിയാലാണ് നമുക്കിത് ലഭിക്കുക. അതുപോലെ എന്റെ ചാനലിൽ ഞാൻ വീഡിയോ ഒന്നും ചെയ്യാറില്ല, പക്ഷെ എനിക്ക് കഴിഞ്ഞ മാസത്തേക്കാൾ ഈ മാസം കൂടുതൽ വ്യൂസ് ഉണ്ടെങ്കിൽ ബോണസ് ലഭിക്കുമോ, അങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് യൂട്യൂബ് ബോണസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ നിങ്ങളിലേക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ സംശയങ്ങളല്ലാത്ത സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും അത് നമ്മൾ ക്ലാരിഫൈ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ സംശയം നോക്കാം. മോണിറ്റൈസേഷൻ ആകാത്തവർക്ക് ഇത് ലഭിക്കാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് ന്യൂ യൂട്യൂബേഴ്സ് ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ചോദ്യം. ഇവിടെ യൂട്യൂബ് പറയുന്നത് മോണിറ്റൈസേഷൻ ആയവർക്ക് ആകാത്തവർക്ക് എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ന്യൂ യൂട്യൂബേഴ്സ് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അതായത് മോണിറ്റൈസേഷൻ ആയവർക്ക് മാത്രമേ ഞങ്ങൾ ബോണസ് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഇൻവിറ്റേഷൻ ഓൺലി ആണ്. ഇത് പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് യൂട്യൂബ് നൽകുന്ന ബോണസ് അല്ല. ആർക്കൊക്കെ ഞങ്ങൾ ഇൻവിറ്റേഷൻ മെയിൽ അയച്ചിട്ടുണ്ട്, യൂട്യൂബ് നോട്ടിഫിക്കേഷൻ അയച്ചിട്ടുണ്ട്, അവർക്കൊക്കെ ഈ ഒരു ബോണസ് ലഭിക്കാൻ എലിജിബിൾ ആണ്. അപ്പൊ അത് കിട്ടാത്തവർക്ക് ഇത് ഇല്ല. അതാദ്യം മനസ്സിലാക്കാം. മോണിറ്റൈസേഷൻ ആയവർക്ക് എല്ലാവർക്കും കിട്ടുന്നില്ല, മോണിറ്റൈസേഷൻ ആകാത്തവർക്ക് എല്ലാവർക്കും കിട്ടുന്നില്ല, അങ്ങനെയല്ല. ആർക്കൊക്കെ ഞങ്ങൾ ഇമെയിൽ അയച്ചിട്ടുണ്ട്, അതിൽ മോണിറ്റൈസേഷൻ ആയവരുണ്ടാകാം, ആകാത്തവരുണ്ടാകാം. ഇതിന് തൊട്ട് മുമ്പേ ഷോർട്സ് ബോണസിന്റെ ഒക്കെ ഒരു വന്നിട്ടുണ്ടായിരുന്നു. ഷോർട്സിന് അന്ന് മോണിറ്റൈസേഷൻ ആകാത്തവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും, അങ്ങനെയാണെങ്കിൽ അവർക്ക് ആഡ്സെൻസ് അക്കൗണ്ട് ഒന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് എമൗണ്ട് വരിക എന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ഈ എമൗണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് എന്ത് ചെയ്യും, ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നതാണ്. അതിൽ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ആക്കും. അങ്ങനെ ആ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് യൂട്യൂബ് നൽകുന്നതാണ്. അത് ആഡ്സെൻസ് മുഖാന്തരം തന്നെയാണ്. അപ്പൊ മോണിറ്റൈസേഷൻ ആകാത്തവർക്ക് ആയവർക്ക് എന്നില്ല. നമ്മൾ സാധാരണ ഒരു കല്യാണത്തിന് ആരൊക്കെ ഇൻവിറ്റേഷൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബ് ആർക്കൊക്കെ ഇൻവിറ്റേഷൻ തന്നിട്ടുണ്ട് അവർക്കൊക്കെ ഇതിന് എലിജിബിൾ ആണ്. അപ്പൊ മോണിറ്റൈസേഷൻ ആകാത്തവർ ടെൻഷൻ ആകണ്ട. ആ രീതിയിലല്ല ഇത് ഇൻവിറ്റേഷൻ ചെയ്യുന്നത്. ഇത് യൂട്യൂബിന്റെ ഒരു ടെമ്പററി ബോണസ് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റൽ ആണ്, ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ യൂട്യൂബ് നൽകുകയാണ്. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, യൂട്യൂബേഴ്സ് കൂടുതലും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ. ഇതിലെ ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അവര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, കഴിഞ്ഞ മാസത്തേക്കാൾ കൂടുതൽ ഈ മാസം വ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും, ബോണസ് കിട്ടുമല്ലോ, ഒരു 5% എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ എനിക്ക് കഴിഞ്ഞ മാസം എന്റെ വീഡിയോ വൈറലായിട്ട് മില്യൺസ് വ്യൂസ് വന്നിട്ടുണ്ട്, അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ കൂടുതൽ കിട്ടണ്ടേ എന്നുള്ളത് വളരെ നല്ലൊരു പോയിന്റ് ആണ് അവർ പറഞ്ഞത്. കാരണം എല്ലാവരും വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് കഴിഞ്ഞ മാസം ലോങ് വീഡിയോക്ക് അത്യാവശ്യം നല്ല വ്യൂസ് വന്നിട്ടുണ്ട്. അപ്പൊ അതിനേക്കാൾ കൂടുതൽ ഈ മാസം വ്യൂസ് വരുത്താൻ അവർ നിർബന്ധിതരാണ്. പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചു നോക്കൂ. വ്യൂസ് കുറഞ്ഞ ഒരുപാട് പേർക്ക് ഈ ഒരു ഇൻവിറ്റേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ സിസ്റ്റത്തിൽ ലോഗിൻ ആയിട്ടുള്ള ഒരുപാട് പേർക്ക് ഇത് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് എന്താ പറയാ, സൈനപ്പ് ചെയ്യുമ്പോൾ കഴിഞ്ഞ മാസം അവർക്ക് വ്യൂസ് വളരെ കുറവാണ്. അതിനേക്കാൾ ഒരു 5%
കൂടുതൽ നേടുക എന്നുള്ളത് അവർക്ക് സിമ്പിൾ ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് ഇതിൽ രസകരമായിട്ടുള്ള ഒരു പോയിന്റ് ഇതിലുണ്ട് എന്ന് കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ മോണിറ്റൈസേഷൻ ആകാത്തവര് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇത് ഇൻവിറ്റേഷൻസ് ഓൺലി ആണ്. യൂട്യൂബിന്റെ ടെമ്പററി അതുപോലെ എക്സ്പെരിമെന്റൽ ആണ്. വെറും 2 മാസത്തേക്കുള്ള ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ബോണസ് ആണ്. അടുത്തതായിട്ട് പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്, ഇതെന്നാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്? ഞങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ട്, പക്ഷെ ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ട് ചെയ്യാമെന്ന് കരുതിയതാണ് എന്നുള്ളത്. അങ്ങനെ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ 10 പക്ഷെ സെപ്റ്റംബർ 10 ഡെഡ് ലൈൻ ആണ്. നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ എത്രയും വേഗത്തിൽ നിങ്ങൾ അത് സൈനപ്പ് ചെയ്തോളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്തതായിട്ട് പലരും ചോദിച്ചൊരു സംശയമാണ്, ഷോർട്സ് വീഡിയോ ചെയ്യുന്നവർക്ക് ഇത് ലഭിക്കുമോ, ലോങ് വീഡിയോക്ക് മാത്രമാണോ എന്നുള്ളത്. ലോങ് വീഡിയോ ചെയ്യുന്നവർക്ക് ഇത് ലഭിക്കും. കഴിഞ്ഞ മാസത്തെ 1 തീയതി മുതൽ 25 തീയതി വരെ എത്ര വ്യൂസ്, എത്ര വാച്ച് ടൈം ലഭിച്ചിട്ടുണ്ട്, അതിനേക്കാൾ ഒരു 5% ഈ മാസം 1 തീയതി മുതൽ 5 ഈ മാസം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 25 വരെ അവർ രണ്ടും കൂടി കമ്പയർ ചെയ്യും. ഒരു 5% കൂടുതൽ വാച്ച് ടൈം നമുക്ക് അവിടെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എലിജിബിൾ ആണ്. ഇനി നേരെ ഷോർട്സിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ നമുക്ക് ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 25 വരെ നമുക്ക് എത്ര ഷോർട്സ് വ്യൂസ് വന്നിട്ടുണ്ട്, അതിനേക്കാൾ 5% ഷോർട്സ് വ്യൂസ് നമുക്ക് ഈ 1 തീയതി മുതൽ സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 25 ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ മതി. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ കിട്ടിയാൽ മതി. നിങ്ങൾ ലോങ് വീഡിയോ ചെയ്യുന്നത് ആളായിക്കോട്ടെ, ഷോർട്സ് ആയിക്കോട്ടെ, രണ്ടും കൂടി ക്ലബ് ചെയ്യുന്ന ആളാണെങ്കിൽ കൂടിയും ഏതെങ്കിലും ഒന്ന് മെറ്റ് ചെയ്താൽ മതി. ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ബോണസ് ലഭിക്കുന്നതാണ്. പിന്നെ പലരും ചോദിച്ചൊരു സംശയമാണ്, എത്ര ശതമാനം വ്യൂസ് ഇൻക്രീസ് ആകണം എന്നുള്ളത്. യൂട്യൂബ് ഇവിടെ പൊതുവെ പറയുന്നത് 5% വ്യൂസ് വാച്ച് ടൈം ഇൻക്രീസ് ആകുക എന്നുള്ളതാണ്. ഷോർട്സ് ആയാലും ലോങ് ആയാലും നമുക്ക് നോക്കാം. പിന്നെ ഇതിനോട് ചേർത്ത് പറയേണ്ടത് എത്ര എമൗണ്ട് വരെ ലഭിക്കുമെന്ന് അവർ ചോദിക്കുന്നുണ്ട്. എത്ര എമൗണ്ട് വരെ നമുക്ക് ബോണസ് ലഭിക്കും എന്നുള്ളത്. 50,000 ആണ് ഇവർ പറയുന്നത് 2 മാസത്തിന്. 25,000 വെച്ചിട്ട് 50,000. പക്ഷെ ഈ 25,000 എന്നുള്ളത് മാക്സിമം ആണ് ഒരു മാസം. അപ്പൊ നമുക്ക് അതിന്റെ ഇടയിൽ എത്ര ലഭിക്കും എന്നുള്ളത് യൂട്യൂബിന്റെ ഇഷ്ടമാണ്. അവരത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവര് നമ്മളെ അറിയിക്കുന്നതാണ്. അപ്പോൾ സാധാരണ നോർമൽ പ്രൊസീജിയറിൽ ആഡ്സെൻസിലൂടെ എങ്ങനെയാണോ പേയ്മെന്റ് വരുന്നത് ആ രീതിയിൽ അവർ നമുക്ക് അയച്ചു തരുന്നതാണ്. ഇതിനോടുകൂടെ ചേർത്ത് പറയേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംശയമാണ്, അതായത് കഴിഞ്ഞ മാസത്തേക്കാൾ കൂടുതൽ 5% വ്യൂസ് മതി എന്നാണല്ലോ യൂട്യൂബ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ മാസം സെപ്റ്റംബറിൽ ഞാൻ വീഡിയോ ചെയ്യുന്നില്ല, പക്ഷെ കഴിഞ്ഞ മാസത്തേക്കാൾ നിലവിലെ വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് വന്നു കഴിഞ്ഞാൽ ലഭിക്കുമോ എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ യൂട്യൂബ് പറയുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ എങ്കിലും ചെയ്യണം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആ ഒരു ധാരണ വെച്ച് അങ്ങനെ ചെയ്യാതിരിക്കേണ്ട. ഒരു വീഡിയോ എങ്കിലും മിനിമം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. മിക്ക ക്രിയേറ്റേഴ്സും യൂട്യൂബിൽ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ളവർ ഒരു മാസത്തിൽ ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഈ രീതിയിൽ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ മിനിമം ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളതാണ് യൂട്യൂബ് പറയുന്നത്. ജസ്റ്റ് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞതാണ്. അടുത്തതായിട്ട് ഒരുപാട് പേര് ചോദിച്ചൊരു സംശയമാണ്, ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, സൈനപ്പ് ചെയ്യുക എന്നുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാം. അപ്പോൾ ഞാനൊരു ഡെമോ കാണിക്കാം, നമ്മുടെ ഒരു സബ്സ്ക്രൈബർക്ക് എങ്ങനെയാണത് സൈനപ്പ് ചെയ്തത് എന്നുള്ളത്. അപ്പൊ ഇതിനായി ആദ്യം നമുക്ക് വന്ന ഇമെയിൽ ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇവിടെ കാണാം യു ആർ മേ ബി എലിജിബിൾ ഫോർ സ്പെഷ്യൽ ബോണസ് എന്ന് പറഞ്ഞിട്ട് 50,000 രൂപ വരെ നമുക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ കാണാം ഈ മെയിലിൽ. അപ്പൊ അവിടെ നമുക്ക് സൈൻ അപ്പ് നൗ എന്നുള്ള ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഗൂഗിൾ ഫോം കാണാം. അപ്പൊ ഇവിടെ ഇമെയിൽ ഐ ഡി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ആ ഇമെയിൽ ഐ ഡി, നമ്മുടെ ചാനലിന്റെ ഇമെയിൽ ഐ ഡി നമ്മളൊന്ന് കൊടുക്കുക. അതിന് തൊട്ട് താഴെ ചാനലിന്റെ ഐ ഡി ചോദിക്കുന്നുണ്ട്. ഇതിനായിട്ട് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എടുക്കുക. താഴെ മാനേജ് യൂട്യൂബ് അക്കൗണ്ട് എന്ന് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വ്യൂ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാനലിന്റെ ഐ ഡി ഇവിടെ കാണാം. കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷെ ഇതിന്റെ ആവശ്യമില്ല. ഡിഫോൾട്ട് ആയിട്ട് അവിടെ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും നമ്മുടെ ചാനലിന്റെ ഐ ഡി. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് ആ ചാനലിന്റെ ഐ ഡി. അപ്പൊ അവിടെ അതുണ്ട്. ശേഷം നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഈ ഒരു സെൻഡ് മീ എ കോപ്പി ഓഫ് റെസ്പോൺസ് ഒന്ന് ടിക്കറ്റ് കൊടുത്തു നോക്കും. നമുക്ക് ജിമെയിലായിട്ട് നമുക്ക് ഇതിന്റെ ഒരു കോപ്പി വരും, ഈ ഒരു ഗൂഗിൾ ഫോമിന്റെ. നമുക്ക് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വേണമെങ്കിൽ വായിച്ചു നോക്കാം. എന്നിട്ട് താഴെ നമുക്ക് കാണാം സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ. ജസ്റ്റ് അതിലൊന്ന് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫോം
ഫില്ലായിട്ടുണ്ട്, സബ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി നമുക്ക് ജിമെയിലിൽ വന്നിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ജിമെയിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിൻ്റെ കോപ്പി അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഇൻവിറ്റേഷൻ മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈനപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ യൂട്യൂബ് ബോണസുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ചോദിച്ച പ്രധാനപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും ഞാൻ ഇവിടെ മറുപടി പറഞ്ഞു എന്ന് കരുതുന്നു. ഇനിയും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സിനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. അതുപോലെ ബെൽ ബട്ടണും അമർത്തിയേക്കൂ. മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.